തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ തിരുവരുൾ എന്ന കാണ്ഡത്തിലെ ആദ്യ പാഠലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രണ്ടായി വരുന്നവസ്ഥ രാത്രിയും പകലും പോലെ രണ്ടായി വരുന്ന രൂപം ജീവനും ജഡവുമായി രണ്ടായിരുന്നിടുന്ന അരുളും ധർമ്മവും തപസ്സും ആയി ഉണ്ടായി തൽപ്പൊരുള് വെള്ളത്തിൽ കുളിരെന്ന പോലെ. ഇതാണ് തിരുവരുളിലെ ആദ്യ പാഠൽ. നോക്കൂ, വെള്ളത്തിൽ കുളിര് എന്ന പോലെ. വെള്ളത്തിൻ്റെ സ്വഭാവമാണ് തണുപ്പ്, കുളിര്. അപ്പോൾ വെള്ളത്തിൻ്റെ സ്വഭാവം തണുപ്പാണെന്ന പോലെ വെള്ളവും തണുപ്പും എപ്രകാരം ഒന്നിച്ചിരിക്കുന്നുവോ അതേപോലെയാണ് രണ്ടവസ്ഥകൾ പ്രാണനിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. പ്രാണനിൽ ഇതാ നോക്കൂ, രണ്ടായി വരുന്ന അവസ്ഥ രാത്രിയും പകലും പോലെ ഒന്ന് തന്നെയാണ്, പക്ഷെ അത് രണ്ടായിട്ട്, വെള്ളവും അതിൻ്റെ തണുപ്പും എന്ന പോലെ രാത്രിയും പകലും. രാത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ പകൽ അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ രാത്രിയും പകലും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അതേപോലെ പ്രാണൻ്റെ രണ്ട് വശങ്ങളാണ് സൂര്യകലയും ചന്ദ്രകലയും. നമ്മുടെ ശിരസിലുള്ള സൂര്യകലയും ചന്ദ്രകലയും, സൂര്യാംശവും ചന്ദ്രാംശവും പ്രാണൻ്റെ തന്നെ രണ്ട് സ്വഭാവവിശേഷങ്ങളാണ്. ചന്ദ്രൻ തണുപ്പിനെ സൂചിപ്പിക്കുന്നു, സൂര്യൻ ചൂടിനെ സൂചിപ്പിക്കുന്നു. രാത്രിയും പകലും എപ്രകാരമാണോ അതേപോലെ സൂര്യനും ചന്ദ്രനും നമ്മുടെ പ്രാണനിൽ കുടികൊള്ളുന്നു, രണ്ട് ഭാഗങ്ങളായി കുടികൊള്ളുന്നു. ആരാ? സൂര്യനും ചന്ദ്രനും. അതിൻ്റെ നോക്കൂ, ഷോഡശകലയും ദ്വാദശാദിത്യകലയും എന്നാണ് പറയുന്നത്. ഷോഡശകല ചന്ദ്രകല, ദ്വാദശാദിത്യകല സൂര്യകല. ഇത് പ്രാണൻ്റെ ഇരുപാദ മുദ്രകളാണ് എന്നാണ് പറയപ്പെടുന്നത്. യോഗശാസ്ത്രത്തിൽ പ്രാണൻ്റെ രണ്ട് മുദ്രകളാണ് ചന്ദ്രകലയും അതേപോലെ സൂര്യകലയും. ഈ രണ്ട് കലകളും പ്രാണനിൽ കുടികൊള്ളുന്നു. രണ്ടായി വരുന്നു രൂപം ജീവനും ജഡവുമായി. ഒരേ രൂപത്തിന് ജഡരൂപവുമുണ്ട് ജീവസ്വരൂപവുമുണ്ട്. നമ്മുടെ ശരീരത്തിന് രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് ജീവസ്വരൂപമാണ്. പ്രാണനുള്ളപ്പോൾ അതിനെ നാം ജീവൻ എന്ന് പറയുന്നു. പ്രാണൻ പോയി കഴിയുമ്പോൾ നാം അതിനെ ജഡമെന്ന് പറയുന്നു. ഒരേ ശരീരത്തിലെ രണ്ടവസ്ഥകൾ, ജീവനും അതോടൊപ്പം തന്നെ ജഡവസ്തുവും. പ്രാണൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം ജഡമാണ്. പ്രാണനുള്ളപ്പോൾ അത് സജീവമാണ്. രണ്ടായിരുന്ന അരുളും അതേപോലെ തന്നെ അരുളും, ഈശ്വരൻ്റെ കൃപ എന്ന് പറയുന്നതിനും രണ്ട് ഭാവങ്ങളുണ്ട്. ഏതാ? ധർമ്മവും തപസ്സും. അരുൾ ഈശ്വരാനുഗ്രഹത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ് സൂര്യചന്ദ്ര കലകളാകുന്ന ധർമ്മവും തപസ്സും. അപ്പോൾ ഒരു ജീവൻ്റെ രണ്ട് ഭാവങ്ങളാണ് ധർമ്മവും തപസ്സും. ധർമ്മത്തിലൂടെയും തപസ്സിലൂടെയുമാണ് ഒരു ജീവന് സാക്ഷാത്കാരം ലഭിക്കുന്നത്. സൂര്യചന്ദ്ര കലകൾ ഒന്നിക്കുമ്പോൾ ഇവിടെ രാത്രിയും പകലും എപ്രകാരമാണോ ഒന്ന് ഒരേ വെള്ളത്തിൻ്റെ കുളിരെന്ന പോലെ, തണുപ്പ് എന്ന പോലെ ഒരുമിച്ചിരിക്കുന്നത്, അതേപോലെയാണ് ധർമ്മവും തപസ്സും അരുളിൽ കുടികൊള്ളുന്നത്. അരുൾ ഈശ്വരകൃപ, ശിവകൃപ. അപ്പോൾ ശിവകൃപയ്ക്ക് രണ്ട് ഭാവങ്ങളുണ്ട്. അതിൽ ഒന്ന് ധർമ്മമാണ്, മറ്റൊന്ന് തപസ്സാണ്. ഭാഗവതത്തിൽ എപ്പോഴും പറയുന്നുണ്ട് തപഹ 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 എന്നാണ് പറയുന്നത്. നീ തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ, തപസ്സിലൂടെ സാക്ഷാത്കാരം നേടൂ എന്നാണ് ഭാഗവതം എപ്പോഴും പറയുന്നത്.
ഇതേപോലെയാണ് പോരുളിന് വെള്ളത്തിൽ കുളിരെന്ന പോലെ ഈ രണ്ടവസ്ഥകൾ ധർമ്മവും തപസ്സും കാണാൻ കഴിയും. അപ്പോൾ രണ്ടവസ്ഥകൾ, രണ്ട് ദ്വൈതങ്ങൾ, രണ്ട് വൈരുദ്ധ്യങ്ങൾ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വൈരുദ്ധ്യം എന്ന് പറയാം. രാത്രിയുടെ വൈരുദ്ധ്യമാണ് പകൽ, അതേപോലെ രൂപത്തിൻ്റെ വൈരുദ്ധ്യമാണ് ജീവനും ജഡവും. ശരീരത്തിൻ്റെ രണ്ടവസ്ഥയാണ് ജീവനും ജഡവും. അതേപോലെ തന്നെ ഈശ്വരകൃപയ്ക്ക്, ശിവകൃപയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, ധർമ്മവും തപസ്സും. തപസ് ചെയ്യുന്നവന് ധർമ്മം ബാധകമല്ല, ധർമ്മം അനുഷ്ഠിക്കുന്നവന് തപസ്സും ബാധകമല്ല. രണ്ടും രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. അത് ഒന്നിൻ്റെ തന്നെ ഭാവങ്ങളാണ്, ഒന്നിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ്. വെള്ളത്തിൽ കുളിരെന്ന പോലെ, വെള്ളത്തിന് എപ്രകാരമാണോ തണുപ്പുള്ളത് അതേപോലെ ഈ രണ്ടവസ്ഥകളും ഒന്നിൻ്റെ തന്നെ അരുളിൻ്റെ, ശിവകൃപയുടെ രണ്ട് ഭാവങ്ങളാണ് ധർമ്മവും അതോടൊപ്പം തപസ്സും. അപ്പോൾ രണ്ട് ജീവിത രീതികളെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് പ്രവൃത്തി മാർഗമാണ്, തപസ് എന്ന് പറയുന്നത് നിവൃത്തി മാർഗമാണ്. പ്രത്യക്ഷത്തിൽ ധർമ്മവും തപസ്സും രണ്ടാണെന്ന് തോന്നും. പ്രവൃത്തി നിവൃത്തികൾ രണ്ടും രണ്ട് വൈരുദ്ധ്യങ്ങളാണെന്ന് തോന്നും. ഒന്ന് കർമ്മമണ്ഡലം, മറ്റൊന്ന് തപസ്സിൻ്റെ മണ്ഡലം. ഈ തപസ്സിൻ്റെ ജ്ഞാനമണ്ഡലം, അങ്ങനെ പറയാം. കർമ്മമണ്ഡലവും ജ്ഞാനമണ്ഡലവും. ജ്ഞാനമണ്ഡലവും കർമ്മമണ്ഡലവും എന്തിൻ്റെ ഭാഗങ്ങളാണ്? അരുളിൻ്റെ ഭാഗങ്ങളാണ്. പ്രത്യക്ഷത്തിൽ ഈ കർമ്മമണ്ഡലവും അതേപോലെ ജ്ഞാനമണ്ഡലവും രണ്ടും രണ്ടാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം. പക്ഷേ രണ്ടും ഒന്നിൻ്റെ തന്നെ രൂപാന്തരങ്ങളാണെന്ന് മനസ്സിലാക്കുക. രാത്രിയും പകലും പോലെ. ഇവിടെ പ്രവൃത്തിയെയും നിവൃത്തിയെയും കുറിച്ചിട്ടാണ് പറയുന്നത്. മനുഷ്യന് രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കാം. ഒന്ന് പ്രവൃത്തി മാർഗം, മറ്റൊന്ന് നിവൃത്തി മാർഗം. സാധാരണ പ്രവൃത്തി മാർഗത്തിലൂടെ ചെന്ന് അവസാനം നിവൃത്തിയായ ജ്ഞാനത്തിലേക്കാണ് എത്തിച്ചേരുക. ഇത് അതിൻ്റെ സ്വാഭാവികമായ വഴി. ചിലർ കർമ്മമണ്ഡലത്തിൽ തന്നെ വ്യാപരിക്കുന്നു. കർമ്മമണ്ഡലത്തിൽ വ്യാപരിച്ചിട്ട് അവർ നിവൃത്തി മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്നു. കർമ്മം നിഷ്കാമ കർമ്മമാകുമ്പോൾ അത് നിവൃത്തി മാർഗത്തിലേക്ക് എത്തിച്ചേരും. കർമ്മം ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുന്നൊരവസ്ഥയാണ്. ഇത് ഭാരതീയ ദാർശനികതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ആചാര്യന്മാർ, ഗീതാകർത്താവ്, ഭഗവത്ഗീത കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിഷ്കാമ കർമ്മം ചെയ്യൂ എന്നാണ്. ആ നിഷ്കാമ കർമ്മം നമ്മളെ ഒരിക്കലും ഏശില്ല. അതാണ് ഇവിടെ പ്രത്യേകത. ഒരിക്കലും നിഷ്കാമകർമ്മം നമ്മളെ ഏശുകയേയില്ല. അതുകൊണ്ടാണ് നിഷ്കാമകർമ്മം ചെയ്യാൻ പറയുന്നത്. ഈ നിഷ്കാമകർമ്മത്തിൻ്റെ അവസാനം ജ്ഞാനമണ്ഡലത്തിലേക്ക് ഉള്ള പ്രവേശനമാണ്. അപ്പോൾ നിഷ്കാമകർമ്മത്തിലൂടെ ജ്ഞാനമണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു മാർഗമാണ് സ്വാഭാവികമായിട്ട് ഭാരതീയ ദർശനങ്ങൾ പറയുന്നത്. ഇത് മറ്റൊരു മാർഗവുമുണ്ട്. അതായത് നിഷ്കാമകർമ്മം കൊണ്ട് തന്നെ സാക്ഷാത്കാരം ലഭിക്കുന്ന അവസ്ഥയും സേവനത്തിൻ്റെ വഴിയുമുണ്ട്. സേവനത്തിൻ്റെ വഴിയുമുണ്ട്, അതേപോലെ തപസ്സിൻ്റെ വഴിയുമുണ്ട്. ജനസേവ, മാധവസേവ, ശിവസേവ എന്ന് പറയാൻ കാരണം അതാണ്. ജനങ്ങളെ സേവിക്കുന്നതിലൂടെ ശിവനെയാണ് സേവിക്കുന്നത് എന്ന അവസ്ഥ. ഇതൊരു സേവകൻ്റെ മാർഗമാണ്. അതായത് തമിഴ് സാഹിത്യത്തിൽ, തമിഴ് ദാർശനിക സാഹിത്യത്തിൽ രണ്ട് തരത്തിലുള്ള ഭക്തന്മാരെ, യോഗികളെ, ശിവയോഗികളെ പറ്റി പറയുന്നുണ്ട്. തിരുക്കളിറ്റുപടിയാർ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ഈ തിരുക്കളിറ്റുപടിയാറിൽ ഈ രണ്ട് വക സന്യാസി വർഗങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ വിവരണങ്ങളുണ്ട്. ഒന്ന് വൻതൊണ്ടൻ എന്ന് പറയും, മറ്റൊന്ന് മെൻതൊണ്ടൻ എന്ന് പറയും. തൊണ്ടൻ എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമിയായ സന്യാസിയാണ്. അയാൾക്ക് ഭാര്യ ഉണ്ടായിരിക്കും, മക്കളുണ്ടായിരിക്കും, കുടുംബജീവിതമുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ
അയാൾ തൊണ്ടനാണ്. തൊണ്ടൻ എന്ന് വെച്ചാൽ സേവ ചെയ്യുന്ന ആളാണ്. ജനങ്ങളെ മുഴുവൻ സേവിക്കുന്ന തൊണ്ടനാണ്, സേവകനാണ് വൻതൊണ്ടൻ എന്ന സന്യാസ വിഭാഗത്തിൽപ്പെടുന്നവർ. ഇപ്പം നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ നല്ല ഉദാഹരണമുണ്ട്. വൻതൊണ്ടൻ എന്ന ആ വിഭാഗത്തിൽപ്പെട്ട യതിവര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ജനങ്ങളെ ശിവനായി കണ്ട് സേവിക്കുന്ന ആ സേവകൻ്റെ ഒരു മുഖം, സേവനത്തിൻ്റെ ഒരു മുഖം ശ്രീനാരായണ ഗുരുദേവനിൽ നമുക്ക് കാണാൻ കഴിയും. അത് വൻതൊണ്ടൻ എന്ന സന്യാസ വിഭാഗത്തിൻ്റെ സ്വഭാവമാണ്. ഈ വൻതൊണ്ടനുള്ള സന്യാസ വിഭാഗത്തിനുള്ള പ്രത്യേകത, അവർ സേവകരായിരിക്കുമ്പോൾ തന്നെ ജനങ്ങളെ ഭക്തിമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ശ്രീനാരായണ ഗുരുദേവൻ കവിതകൾ എഴുതുമ്പോൾ ജനങ്ങളെ ഭക്തിമാർഗത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വൻതൊണ്ടൻ എന്ന സന്യാസ വിഭാഗം തമിഴകത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്നവരായിരുന്നു. ഇപ്പോൾ വള്ളലാർ ഒരു ഉദാഹരണമാണ്. അങ്ങനെയുള്ള സന്യാസ ശ്രേഷ്ഠന്മാർ, യോഗി ശ്രേഷ്ഠന്മാർ ജനങ്ങളെ വലിയൊരു പരിവർത്തനത്തിന്, അതായത് രാജ്യത്തെ തന്നെ വലിയൊരു പരിവർത്തനത്തിന് വിധേയമാക്കുന്നവരാണ്. ഇവരെ വൻതൊണ്ടൻ എന്നാണ് തിരുക്കളിറ്റുപടിയാർ എന്ന ഗ്രന്ഥത്തിൽ വിശേഷിപ്പിക്കുന്നത്. പിന്നെ മെൻതൊണ്ടൻ എന്നൊരു സന്യാസ വിഭാഗമുണ്ട്. ഇവർ ജ്ഞാനമാർഗികളായിരിക്കും, തപസ്സിൻ്റെ മാർഗം സ്വീകരിച്ചവരായിരിക്കും. അവർ വലിയ വലിയ തപസ് ചെയ്യുന്നവരാണ്. ആ തപസ്സിലൂടെ ജ്ഞാനമാർഗത്തിൻ്റെ ഉത്തുംഗ സോപാനത്തിലെത്തിച്ചേരുന്നവരാണ്. അവർ പലപ്പോഴും കവികൾ കൂടിയായിരിക്കും. മഹാകാവ്യങ്ങൾ അവർ രചിച്ച് ഈ തപസ്സിൻ്റെ ഭാഗമായി അവർ നിർവഹിക്കുന്ന കർത്തവ്യമാണ്. അവർ ജ്ഞാനമാർഗികളാണ്. ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ സാക്ഷാത്കാരത്തിലെത്തിച്ചേരുന്നവരാണ്. അവരെ മെൻതൊണ്ടൻ എന്നാണ് വിളിക്കുക. അവർ തീവ്രമായ തപശ്ചര്യയിൽ കുടികൊള്ളുന്നവരാണ്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അങ്ങനെ വേണമെങ്കിൽ പറയാം. മെൻതൊണ്ടൻ എന്നുള്ളത് ചട്ടമ്പി സ്വാമികൾക്ക് ചേരുന്ന ഒരു വിഭാഗത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ കേരളത്തിലെ ശ്രീനാരായണ ഗുരു വൻതൊണ്ടൻ എന്ന യോഗ വിദ്യയിലെ പാരംഗതന്മാരുടെ കൂട്ടത്തിൽ പെടുമ്പോൾ, ചട്ടമ്പി സ്വാമികൾ മെൻതൊണ്ടൻ, ജ്ഞാനമാർഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത്, തപസ്സിന് പ്രാധാന്യം കൊടുത്ത്, അവർ ചിലപ്പോൾ ഗ്രഹങ്ങളിലൊക്കെ താമസിക്കും, പക്ഷേ അവർ പൂർണ്ണമായും യജ്ഞം എന്ന് വെച്ചെങ്കിൽ തപസ്സിൽ വിശ്വസിക്കുന്നവരാണ്. താപസിക ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനും അതേപോലെ ചട്ടമ്പി സ്വാമികളും തമ്മിൽ എഴുത്തുകുത്തുകൾ നടക്കുകയുണ്ടായി. അതിൽ ഈ സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. ഒരിക്കൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു, സംസ്കൃതം ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ പേര് പഴമ്പള്ളി അച്യുതൻ ശാസ്ത്രി സാർ എന്നാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി, അന്തരംഗ ശിഷ്യനായി അദ്ദേഹത്തിൻ്റെ കൂടെ, ഗുരുദേവൻ്റെ കൂടെ തന്നെ സഞ്ചരിച്ച ഒരു ആചാര്യനായിരുന്നു പഴമ്പള്ളി അച്യുതൻ ശാസ്ത്രി സാറ്. അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയായിരുന്നു, യുക്തിവാദിയുമായിരുന്നു. അതുപോട്ടെ, അതല്ല ഞാനിവിടെ പറയുന്നത്. ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികളെ കണ്ടപ്പോൾ ചട്ടമ്പി സ്വാമികൾ അല്പം തമാശ മട്ടിൽ ഗുരുദേവനോട് ചോദിച്ചു അത്രേ, ഇപ്പോൾ പ്രവൃത്തിയാരുദ്യോഗമാണല്ലേ എന്ന് വെച്ചു. ശ്രീനാരായണ ഗുരുദേവനോട് ചട്ടമ്പി സ്വാമികൾ തമാശ മട്ടിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഇപ്പോൾ പ്രവൃത്തിയാരുദ്യോഗമാണല്ലേ, അതായത് നിറയെ പ്രവൃത്തി ചെയ്യുന്ന പ്രവൃത്തിയാർ. പണ്ട് അങ്ങനെ ഒരു തസ്തിക തന്നെ ഉണ്ടായിരുന്നു, പ്രവൃത്തിയാർ. ആ പ്രവൃത്തിയാരുടെ ജോലിയാണല്ലോ അങ്ങ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അതിന് തമാശ മട്ടിൽ തന്നെ മറുപടി പറഞ്ഞു, പ്രവൃത്തിയുണ്ട്, പക്ഷേ ആരില്ല. താൻ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, പക്ഷെ ആ പ്രവൃത്തിയിൽ എന്തില്ല?
ആരില്ല, അതായത് ഞാനെന്ന ഭാവമില്ല, നിഷ്കാമമായിട്ടാണ് താൻ പ്രവൃത്തി ചെയ്യുന്നത് എന്നാണ്. പ്രവൃത്തിയുണ്ട്, പക്ഷെ അതിൽ ആരില്ല എന്ന് പറഞ്ഞതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഇത് ഈ വൻതൊണ്ടൻ എന്ന സന്യാസ വിഭാഗത്തിൻ്റെ സ്വഭാവമാണ്. എന്നാൽ ചട്ടമ്പി സ്വാമികൾ മെൻതൊണ്ടൻ എന്ന സന്യാസ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. അതായത് ജീവിതം മുഴുവൻ തപസ്സാക്കി മാറ്റിയ യോഗി. വൻതൊണ്ടനെന്നും മെൻതൊണ്ടൻ എന്നുമുള്ള രണ്ട് വിഭാഗത്തെക്കുറിച്ച് തിരുക്കളിറ്റുപടിയാറിൽ വളരെയേറെ വിശദീകരിക്കുന്നുണ്ട്. നമുക്കതിലെ കുറച്ച് ഭാഗങ്ങളിലേക്കൊന്ന് എത്തി നോക്കാം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതാ അതിലെ വരികൾ ഇതാണ്. തിരുക്കളിറ്റുപടിയാറിൽ ഈ സന്യാസി വിഭാഗത്തിൻ്റെ സവിശേഷതകൾ ഇങ്ങനെ വിവരിക്കുന്നു. ഈ വിഭാഗക്കാർ സൗമ്യരാണ്. ഇവരും ആദർശത്തിന് പ്രാധാന്യം നൽകുന്നവരാണ്. ആഹാരം, വസ്ത്രങ്ങൾ തുടങ്ങിയ ജീവിതാവശ്യങ്ങളുടെ വിതരണമോ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഗ്രന്ഥരചനയോ സ്തോത്രരചനയോ ആലാപമോ ഒക്കെ ചെയ്ത് ജനസേവനം ചെയ്യുന്നവരാണ് ഈ വൻതൊണ്ടൻ എന്ന സന്യാസ വിഭാഗത്തിൽപ്പെട്ടവർ. അതേസമയം മെൻതൊണ്ടൻ എന്ന സന്യാസി വിഭാഗത്തിൽപ്പെട്ടവർ തീവ്രമായ ആദർശവിശുദ്ധിയുള്ളവരായിരിക്കും. അതിനെന്നിട്ട് പെരിയ പുരാണത്തിലൊരു കഥ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ദാനത്തിന് അവരെത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്നൊരു ഭാഗം പെരിയ പുരാണത്തിൽ ചേക്കിഴാർ വിവരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്നും കിടക്കണ്ട, സമയം പോകും. പിന്നെ ഈ വൻതൊണ്ടനെന്നും മെൻതൊണ്ടനെന്നും ഉള്ള സന്യാസ വിഭാഗം തമിഴ് ശൈവത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഈ വൻതൊണ്ടൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ഭഗവാൻ ശിവനാണത്രേ. രസകരമാണ് ആ കഥ. പെരിയ പുരാണത്തിൽ ചേക്കിഴാർ ആ സംഭവം വിവരിക്കുന്നുണ്ട്. അതായത് സുന്ദരമൂർത്തി സ്വാമികൾ വിവാഹം കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ചെറുപ്പക്കാരനായ സുന്ദരർ വിവാഹവേദിയിലെത്തുന്നു, വധുവിൻ്റെ അടുത്തെത്തുന്നു വിവാഹത്തിന് വേണ്ടി, ബന്ധുക്കളും മിത്രാദികളോടൊത്ത്. ആ സമയത്ത് ഒരു വൃദ്ധ ബ്രാഹ്മണൻ ആ വിവാഹവേദിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് സുന്ദരരോട് പറഞ്ഞു, നീ എൻ്റെ അടിമയാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുന്നു. ഇത് കേട്ടപ്പോൾ സുന്ദരർക്ക് ഭയങ്കര ദേഷ്യം വന്നു. സുന്ദര ഉടനെ എടാ ഭ്രാന്ത എന്ന് വിളിക്കുന്നു. ആ വാക്കിതാണ് ഭ്രാന്ത എന്ന് വിളിച്ചിട്ട് ആ ബ്രാഹ്മണനെ രൂക്ഷമായി വിമർശിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണൻ കയ്യിൽ കരുതിയിരുന്ന താളിയോല എടുത്ത് കാണിക്കുന്നു. ആ താളിയോലയിൽ സുന്ദരരുടെ മുത്തച്ഛൻ എഴുതി കൊടുത്ത ഒരു പത്രികയാണത്. അതിൽ ഞാനും ഇനി വരാനിരിക്കുന്ന തലമുറകളും അല്ലയോ ഭഗവാൻ ശിവൻ അങ്ങയുടെ അടിമയായിരിക്കുമെന്നാണ് പറയുന്നത്. നിൻ്റെ അടിമയായിരിക്കും എന്ന് എഴുതി കൊടുത്ത ഒരു വാറോല കാണിച്ചു കൊടുക്കുകയാണ്. വേഗം സുന്ദരർ ഇത് ദേഷ്യത്തോടെ കീറിക്കളഞ്ഞു. അപ്പോൾ പറഞ്ഞു, കീറിക്കളഞ്ഞുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, ഇതിൻ്റെ ഒറിജിനൽ ഞാൻ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം എന്ന് വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കൊരു സംശയം, ഈ ബ്രാഹ്മണൻ പറയുന്നതിൽ എന്തോ സത്യമുണ്ട്. ബ്രാഹ്മണൻ വിളിച്ചു, എൻ്റെ കൂടെ വരൂ. അങ്ങനെ ബ്രാഹ്മണൻ്റെ നഗരത്തിലേക്ക് പോയി, ഇവരെയും കൊണ്ട് പോയി. അവിടുത്തെ ആ ഗ്രാമ നേതാവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ഓലയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒറിജിനൽ രേഖ ഇവരെ കാണിച്ചു കൊടുത്തു. അത് ശരിയാണ് താനും. പണ്ട് എഴുതി കൊടുത്ത ഇദ്ദേഹത്തിൻ്റെ സുന്ദരരുടെ മുത്തച്ഛന് എഴുതി കൊടുത്ത ഒരു ഓലയാണത്. ആ ഒറിജിനൽ രേഖ കണ്ടപ്പോൾ വിശ്വാസമായി. ഉടനെ സുന്ദരർക്ക് ദേഷ്യം കൂടി. ഭ്രാന്താന്ന് വിളിച്ചിട്ട് എന്നാൽ നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഗ്രാമത്തലവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ ഈ മനുഷ്യനെ, എവിടെയാണ് താമസിക്കുന്നത് അറിഞ്ഞൂടാ. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ താമസിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം, എൻ്റെ കൂടെ വരൂ എന്ന് പറയുകയാണ്. ഞാൻ ആ പെരിയ പുരാണത്തിലെ ഭാഗം തന്നെ വായിക്കുകയാണ്. ഒരു വളരെ ഗംഭീരമായ നിർവൃതിപരമായ
ഒരു ഭാഗമാണ് ചേക്കിഴാർ പെരിയ പുരാണത്തിൽ ഈ ഭാഗം വർണ്ണിക്കുന്നത് കേട്ടോ. ഒരു വെളിപ്പാട് നടന്നു കഴിഞ്ഞപ്പോൾ മുന്നിൽ നടന്ന വൃദ്ധൻ ബ്രാഹ്മണ തെരുവ് കടന്ന് രത്നമണ്ഡപങ്ങളാൽ അലങ്കൃതമായ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഇത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു ചെന്നു. അപ്പോൾ പുറകെ സുന്ദരരും കൂട്ടരും നടന്നു ചെന്നു. അപ്പോൾ ആ ബ്രാഹ്മണൻ ശിവനായി ആ ബിംബത്തിൽ ലയിക്കുകയാണ്. എന്നിട്ടൊരു അരുളപ്പാടുണ്ടാകുകയാണ്. ഞാനത് വായിക്കാം. കരുണാനിധിയായ ശ്രീ മഹേശ്വരൻ സുന്ദരരോട് ഇങ്ങനെ അരുളി: നീ മുൻപ് എൻ്റെ ഭക്തനായിരുന്നു. മുൻജന്മ കർമ്മഫലമായുണ്ടായ ആഗ്രഹം കാരണം എൻ്റെ ആദേശമനുസരിച്ചാണ് നീ ഭൂമിയിൽ ജനിച്ചത്. എന്നാൽ ദുഃഖമയമായ ഈ സംസാരത്തിൽ കിടന്നുഴലാതിരിക്കാനാണ് ഞാൻ നിൻ്റെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കി ബലമായി നിന്നെ പിടിച്ച് എൻ്റെ അടിമയാക്കിയത് എന്ന് പറഞ്ഞ് സുന്ദരരോട് പറയണം. തള്ളപ്പശുവിൻ്റെ വിളി കേട്ട് പ്രതികരിക്കുന്ന പശുക്കിടാവിനെ പോലെ സുന്ദരർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. ഭക്തി നിർവൃതി കൊണ്ട് ദേഹമാകെ രോമാഞ്ചം അനുഭവപ്പെട്ടു. തൊഴുകരങ്ങൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർന്നു. ഭൂമിയിൽ വീണ് നമസ്കരിച്ച് കൃതജ്ഞതാനിർഭരമായ കണ്ണുനീരൊഴിക്കൊണ്ട് തൃപ്പാദങ്ങൾ കഴുകി. എന്നിട്ട് ഗദ്ഗതത്തോട് പറയാണ്: ഹാ ഭഗവാനെ, എന്നെ ബലമായി തിരിച്ചെടുത്ത് അങ്ങയുടേതാക്കിയ ആ അരുളിനെ ഞാൻ എങ്ങനെ വർണ്ണിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ശിവൻ അരുളി ചെയ്തു: നീ എന്നെ ആദ്യം വിളിച്ചതെന്താണ്? ഭ്രാന്ത, പിത്ത എന്നാണ്. തമിഴിൽ പിത്തൻ എന്ന് വെച്ചാൽ ഭ്രാന്തൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് പിത്ത എന്ന് പാടിക്കൊണ്ട് നീ ഒരു പാടൽ നിർമ്മിക്കൂ, ഒരു സ്തോത്രം, ഒരു തേവാരം സൃഷ്ടിച്ച് പാടൂ എന്ന് പറയണം. അങ്ങനെ പിത്ത എന്ന സംബോധന ചെയ്ത്, അതുവരെ സുന്ദര കവിതകളൊന്നും എഴുതിയിരുന്നില്ല. പക്ഷെ ആ സമയത്ത് ശിവനിർദ്ദേശത്താൽ പിത്ത എന്ന് പാടിക്കൊണ്ട് ഒരു കവിത ശിവനെ സ്തുതിച്ചുകൊണ്ട് പാടി. അത് കേട്ട് നിന്ന ശിവൻ പുളകിതഗാത്രനായി എന്നാണ് ചേക്കിഴാർ പാടുന്നത്. അത്രയ്ക്ക് ഗംഭീരമായ ഒരു സ്തുതിഗീതമായിരുന്നു അത്. ഉടനെ തന്നെ ശിവഭഗവാൻ സുന്ദരരെ വിളിച്ചു. ഇതാ നോക്കൂ, ആ സമയത്ത് ശിവൻ വൻതൊണ്ട എന്ന് വിളിക്കുന്നു സുന്ദരരെ. വൻതൊണ്ടൻ എന്ന് വെച്ചാൽ വലിയ ഭക്തൻ എന്നാണ് അർത്ഥം. വലിയ ഭക്തൻ. നിർവചിക്കാനാവാത്ത ആ വലിപ്പത്തെ നിർവചിക്കാനാവില്ല. അത്രയ്ക്ക് അഗാധമായ, അത്രയ്ക്ക് വലുപ്പമാർന്ന ഭക്തൻ. ഭക്തിയുടെ ഏറ്റവും ഉത്തുംഗ സോപാനത്തിൽ എത്തിച്ചേർന്നവനാണ് വൻതൊണ്ടൻ. ഭക്തിയുടെ ഏറ്റവും തീക്ഷ്ണമായ അവസ്ഥ, പരമപ്രേമമായ ഭക്തിയിൽ എത്തിച്ചേർന്ന അവസ്ഥ. ശിവനോട് അത്രയേറെ പ്രേമത്തോടെ ഒന്നായി അലിഞ്ഞു ചേർന്ന അവസ്ഥയിലുള്ള ഭക്തന്മാരെയാണ് വൻതൊണ്ടൻ എന്ന് വിളിക്കുക. അങ്ങനെ വൻതൊണ്ടൻ എന്ന ആ പദം ആദ്യമായി ഭഗവാൻ ശിവൻ സുന്ദരരുടെ നേരെയാണ് വിളിക്കുന്നത് എന്നാണ് പെരിയ പുരാണകർത്താവായ ചേക്കിഴാർ ആ രംഗം വർണ്ണിക്കുന്നത്. അങ്ങനെയാണ് വൻതൊണ്ടൻ എന്ന സന്യാസ വിഭാഗം ഉണ്ടായത്. ഇവർ വലിയ ഭക്തന്മാരാണ്. ശിവൻ്റെ ഏറ്റവും ഉന്നതമായ ഭക്തി നിറഞ്ഞവരാണ് ഈ വൻതൊണ്ടന്മാർ. അവർക്ക് വിവാഹം കഴിക്കാം, ഗൃഹസ്ഥാശ്രമം ജീവിതം നയിക്കാം, കുടുംബജീവിതം നയിക്കാം. പക്ഷേ ഈ കുടുംബജീവിതമെല്ലാം തന്നെ ശിവാർപ്പണമായിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ ലോകസേവനം നടത്തുവർ. ലോകസേവനം നടത്താൻ വേണ്ടി വീണ്ടും അവതരിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ജീവൻ സാക്ഷാത്കാരം കിട്ടിയാലും എനിക്ക് സാക്ഷാത്കാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഈ സേവ ചെയ്യും, ശിവസേവ ചെയ്യും. ശിവസേവ എന്ന് വെച്ചാൽ ലോകസേവയാണ്. ആ ലോകസേവ ചെയ്യാൻ വേണ്ടി അവർ വീണ്ടും ജന്മമെടുക്കുന്നു. വൻതൊണ്ടർ എന്ന വിഭാഗം. വീണഭൂവും കുമാരനാശാൻ്റെ കവിതകൾ പരിശോധിച്ചാൽ ഈ വൻതൊണ്ട വിഭാഗവുമായിട്ട് കുമാരനാശാന് എത്ര വലിയ ഉണ്ടായിരുന്നതെന്ന് കാണാവുന്നതാണ്. കുമാരനാശാൻ്റെ ആദ്യകാല സ്തോത്രങ്ങളിലെല്ലാം തന്നെ ഈ ഭക്തിയുടെ ഉന്നതമായ ഭാവം കാണാം. പിന്നെ അദ്ദേഹം എഴുതിയ കവിതകളിൽ ഇപ്പം ദിവാകരൻ, നളിനി എന്നീ 2 കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളിൽ ഈ വൻതൊണ്ടൻ്റെയും മെൻതൊണ്ടൻ്റെയും സ്വഭാവവിശേഷങ്ങൾ
നമുക്ക് കാണാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതാണ്. പക്ഷേ ഞാനത് നടത്തി PhD എനിക്ക് കിട്ടിയതാണ്. പക്ഷേ ആ പുസ്തകം ചിലവാകാതെ ഇപ്പോഴും വീട്ടിലിരിക്കുകയാണ്. ആശാനും ഭാരതീയ ദർശനങ്ങളും പ്രസിദ്ധീകരിച്ചതിന് DC ബുക്സാണ്. എന്നിട്ടും വളരെ കുറച്ച് കോപ്പികൾ മാത്രമേ ചിലവായുള്ളൂ. ബാക്കി കോപ്പികളെല്ലാം ഞാനിപ്പോൾ വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അത് പോകട്ടെ, നമുക്കതിനെക്കുറിച്ചിട്ടല്ല പറയുന്നത്. അപ്പോൾ കുമാരനാശാൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത് ഈ തമിഴ് ശൈവ വഴികളാണ്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതത്തെയും ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെയും വലിയ വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കിയതും ഈ ശൈവ വഴിയാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ കൂടുതൽ പറയാനുണ്ട്. ഞാൻ അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. നമുക്ക് പെരിയ പുരാണം എടുക്കുമ്പോൾ നമുക്ക് അതിലേക്കൊക്കെ കൂടുതലെടുക്കാം. ഞാനതൊന്നുകൂടെ വായിക്കാം. രണ്ടായി വരുന്ന അവസ്ഥ രാത്രിയും പകലും പോലെ, രണ്ടായി വരുന്ന രൂപം ജീവനും ജഡവുമായി, രണ്ടായിരുന്ന അരുൾ ധർമ്മവും തപസ്സുമായി ഉണ്ടായി മാറും പൊരുളുകൾ വെള്ളത്തിൽ കുമിള എന്ന പോലെ. വെള്ളത്തിലെ തണുപ്പ് എന്ന പോലെ ഈ രണ്ടവസ്ഥകൾ, വൻതൊണ്ടാൻ എന്ന അവസ്ഥയും മെൻതൊണ്ടൻ എന്ന അവസ്ഥയും, ഒന്ന് ധർമ്മത്തിൻ്റെ വഴി, സേവനത്തിൻ്റെ വഴി, മറ്റൊന്ന് തപസ്സിൻ്റെ വഴി. ഈ രണ്ട് വഴികളും ഒന്ന് തന്നെയാണ്. അരുളിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. പക്ഷെ നാം ഇതിൽ വൈരുദ്ധ്യമുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരു വൈരുദ്ധ്യമില്ല. ഒന്നിൻ്റെ തന്നെ തുടർച്ചയാണ് മറ്റൊന്ന്. അതായത് കർമ്മത്തിൽ നിന്ന്, പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് യാത്ര ചെയ്യുന്ന ഭാരത മനസ്സിൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് പടിപടിയായി ചവിട്ടിക്കയറുന്ന ഒരവസ്ഥാവിശേഷം. ഇതാണ് തമിഴ് സാഹിത്യത്തിൽ, തമിഴ് ആത്മീയ സാഹിത്യത്തിൽ നിറയെ കാണുന്നത്. 18 സിദ്ധന്മാരുടെ കവിതകളിൽ ഇത് തന്നെയാണ് കാണുന്നത്. വള്ളലാരുടെ കൃതികളിലും ഇത് തന്നെയാണ് നാം കാണുന്നത്. അവരുടെ ജീവിതം തന്നെ ഇതിന് ഉദാഹരണമാണ്. മലയാളത്തിൽ നമുക്ക് ചട്ടമ്പി സ്വാമികളെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെയും ഇതിന് മാതൃകകളായി ചൂണ്ടിക്കാണിക്കാം. അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. അതായത് ദ്രാവിഡ പാരമ്പര്യത്തിലെ ഇങ്ങേ തലയ്ക്കലെ രണ്ട് രത്നഗോളങ്ങളാണ് കേരളത്തിലെ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും. അത് വേദങ്ങളുടെയും ആഗമങ്ങളുടെയും ഒരു സംഗമ ഭൂമിയാണ് താനും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെയാണ് ഭാരതീയതയുടെ പ്രത്യേകത വരുന്നത്. വേദങ്ങളെയും ആഗമങ്ങളെയും സംഗമിപ്പിക്കുന്ന ഒരു രജത രേഖയാണ് ഈ തമിഴ് ശൈവം.